ഹലോ, ആദ്യം തന്നെ എൻ്റെ വക എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഈദാട്ടോ ഇത്. പിന്നെ അതല്ല വീഡിയോ നീട്ടാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ മെയിൻ പരിപാടി പറയണത് ഇതൊക്കെ തന്നെ കേട്ടോ. 5 ആൾക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് ഇരുന്നത്. അപ്പം തലേ ദിവസം എനിക്ക് ഇത്രയൊക്കെ വീഡിയോ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി എടുക്കാൻ പറ്റില്ല, കാര്യം എൻ്റെ ഉണ്ണി ഫോൺ കൊണ്ടുപോയി. അപ്പോൾ ഇത് രാവിലെ തന്നെ തെക്കുബീറൊക്കെ കേട്ടിട്ടാട്ടോ എണീറ്റ്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സുഖം കേട്ടോ. അപ്പോൾ അഥവാ ഇതാണ് എൻ്റെ മൈലാഞ്ചി. അപ്പോൾ അത് ഉമ്മ അത് പായസമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മാഷാഅല്ലാഹ് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് റോസാപ്പൂ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ് ആൻഡ് ഇതാണ് എൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ മൂത്താപ്പാര വീട്ടിൽ കേട്ടോ ഇറങ്ങിയത്. കരിൻ്റെ ഉമ്മമ്മ അവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 മൂത്താപ്പാര വീട്ടിലേക്കും പോയേ. പിന്നെ അവിടെ നിന്ന് പുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ വന്നു. അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. സത്യം പറഞ്ഞാൽ പകുതിയെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം നമ്മൾ രാത്രിയത്തെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഒരു മേശാപ്പോത്തിരിയിൽ എന്നെ ഇങ്ങോട്ട് തുടങ്ങി. പിന്നെ ഓരോന്നായിട്ട് ചെറുപറ പൊട്ടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ പടക്കം. ഇതുമല്ല കുറച്ചും കൂടി ഉണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് പിന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഈദ് വ്ളോഗ്. അപ്പം ഇനി ഇതേപോലത്തെ വ്ളോഗ്സ് വേണം, ഇനി ഇങ്ങനെ വേണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ.